ഓരോ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്കു മുൻപും ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. രൂപമില്ലാത്ത ഈശ്വരന്റെ സൂക്ഷ്മരൂപം അല്ലെങ്കിൽ ചൈതന്യം ഒരു വിഗ്രഹത്തിലൂടെ രൂപം നൽകുന്ന തന്ത്രി ദേവനോട് നൽകുന്ന ഒരു അപേക്ഷയാണ് അത്. ദേവൻ ഒരിക്കലും ലംഘിക്കാത്ത ഒരു അപേക്ഷ. ക്ഷേത്ര ആചാരങ്ങൾ രൂപപ്പെടുത്തുന്ന തന്ത്രിക്ക് പ്രതിഷ്ഠാസമയത്ത് ദർശിക്കാൻ സാധിച്ച ദേവന്റെ സ്വഭാവവിശേഷങ്ങൾക്കനുസരിച്ച് ദേവനോട് കൊടുത്ത വാക്കിനെ ആസ്പദമാക്കി അനാദികാലത്തോളം നിലനിൽക്കേണ്ട ഒരു ഉടമ്പടിയുടെ രൂപത്തിലുമാണ്. എന്നാൽ നമ്മൾ അത് തെറ്റിച്ചാൽ എന്താകും ഫലം? ആർക്കാണതിന്റെ ദോഷം? ദേവവാഗ്ദാന ലംഘനം ദോഷം കേവലം നിയമസംഹിതകളിൽ ഒതുങ്ങുന്നതല്ല, അത് തലമുറകൾ പിന്തുടരും. പ്രതിഷ്ഠസമയത്ത് അവിടെ പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യപ്രകാരം ദേവന്റെ ചൈതന്യം അവർക്കു വേണ്ടി വിഗ്രഹത്തിൽ ഉണ്ടാവണം എന്നാണ് തന്ത്രി പറയുക. നമ്മൾ അത് അറിയാതെ അവിടെ നിന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കും. പിന്നീട് ആ ക്ഷേത്രത്തിലോ തെയ്യങ്ങൾ തുടങ്ങിയ ഭൂതസ്ഥാനത്തോ നമ്മൾ പോവുകയും അവിടത്തെ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നമുക്കും നമ്മുടെ തലമുറപരമ്പരകൾക്കും അതിന്റെ ദോഷം ബാധിക്കും. ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചവരുടെയോ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നവരുടെയോ പേരിൽ ഉത്തരവാദിത്യം ഏൽപ്പിച്ചിട്ടോ ആണ് അവിടെ തന്ത്രി ദേവനെയോ തെയ്യത്തിനെയോ ഭൂതഗണങ്ങളെയോ തന്ത്രത്തിൽ കൂടി കുടിയിരുത്തിയിരിക്കുന്നത്. എന്നിട്ട് തന്ത്രി അവിടെ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ അയാൾക്ക് അറിയാം വരും കാലങ്ങളിൽ അവിടെ ക്ഷേത്രത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അയാൾക്കും അയാളുടെ തലമുറയ്ക്കും അതിന്റെ ദോഷം ബാധിക്കും എന്ന്. ഒരു തെറ്റും ചെയ്യാത്ത ചിലർ ഇപ്പോഴും പൂർവികർ ചെയ്ത വാഗ്ദാന ലംഘന ദോഷം അവർ അറിയാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പ്രതിവിധി പിന്നെ പറഞ്ഞു തരാം.